തൃശൂരിൽ 50ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബിജെപിയിലേക്ക്. മണ്ഡലം ഭാരവാഹികൾ അടക്കമുള്ളവരാണ് ബിജെപിയിലേക്ക് അംഗത്വമെടുക്കുന്നത്. പത്മജ വേണുഗോപാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബിജെപിയിലേക്ക് സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം കോൺഗ്രസുമായി യൂത്ത് കോൺഗ്രസിന്റെ നിലയിൽ അവർക്കിടയിൽ വളരെ വലിയൊരു ഭിന്നത നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഇത്തരത്തിൽ പല മണ്ഡലങ്ങളിലും വളരെയധികം ഭിന്നതകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യം. അങ്ങനെയെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മുൻപ് പത്മജ വേണുഗോപാൽ പറഞ്ഞ അതേ വാക്കുകൾ തന്നെയല്ലേ, അതായത് അവഗണന തന്നെയല്ലേ ഇത്തരം ഒരു നീക്കത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മാറ്റുന്നത്? തീർച്ചയായും വിഷ്ണു, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണനയ്ക്ക് ഒടുവിലാണ് ബിജെപിയിലേക്ക് ചേരുവാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായിരിക്കുന്നത്. ഇന്ന് തൃശ്ശൂരിൽ 50ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ബിജെപിയിലേക്ക് വരുന്നത്. മണ്ഡലം ഭാരവാഹികൾ അടക്കമുള്ളവർ ഇന്ന് ബിജെപിയിൽ അംഗത്വമെടുക്കും. പത്മജ വേണുഗോപാലാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബിജെപിയിലേക്ക് സ്വീകരിക്കുന്നത്. അതിലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കെ കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മുരളി മന്ദിരത്തിൽ വെച്ചായിരിക്കും ഈ പ്രവർത്തകർക്ക് അംഗത്വം നൽകുക. അതിൽ തന്നെ നേരത്തെയൊക്കെ കെ മുരളീധരൻ അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത് ബിജെപി അനുഭാവികളെയോ അല്ലെങ്കിൽ ബിജെപി പ്രവർത്തകരെയോ ഒന്നും തന്നെ ഈ മുരളി മന്ദിരത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുള്ള കാര്യമൊക്കെയാണ്. എന്നാൽ അതിനൊക്കെ തന്നെ മറുപടി നൽകിക്കൊണ്ടാണ് പത്മജ വേണുഗോപാൽ ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് അംഗത്വം നൽകുന്നത്. വലിയ തരത്തിൽ തൃശ്ശൂരിൽ ബിജെപിയെ പിന്തുണയ്ക്കുന്ന ഈ കോൺഗ്രസിൽ നിന്നും നിരവധി പേരാണ് ബിജെപിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ നിരവധി പേർ, അതായത് മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ നിരവധി പ്രവർത്തകരാണ് ബിജെപിയിലേക്ക് അംഗത്വം സ്വീകരിച്ചെത്തിയത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിലനിൽക്കുന്ന ഈ ഒരു ഭിന്നത, ആ ഭിന്നതയ്ക്ക് ഒട്ടനവധി പേർ ഈ അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ഉദാഹരണം തന്നെയാണ് പത്മജ വേണുഗോപാൽ മുൻപൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതൊക്കെ തരത്തിലാണ് കോൺഗ്രസിൽ നിന്നും തനിക്ക് അവഗണന നേരിടേണ്ടി വന്നതെന്നും അതുപോലെ തന്നെ തന്റെ അച്ഛനും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഒക്കെ പത്മജ വ്യക്തമാക്കിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് കല്യാണിക്കുട്ടിയമ്മയുടെ ശ്രാദ്ധമാണ്. ആ ചടങ്ങുകളൊക്കെ തന്നെ ഇന്ന് ഈ മുരളി മന്ദിരത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കും. അതോടൊപ്പം തന്നെയാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബിജെപിയിലേക്ക് എത്തുന്നതും. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലൊരു മുന്നേറ്റം തന്നെയാണ് തൃശ്ശൂർ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് നിരവധി പേർ മറ്റുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്നും ബിജെപിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതും. എന്തായാലും പത്മജ വേണുഗോപാൽ തന്നെ അംഗത്വം നൽകുന്നത് അത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. പത്മജയ്ക്ക് പിന്നാലെ നിരവധി പേർ ബിജെപിയിലേക്ക് എത്തും എന്നുള്ളത്. പത്മജ ഒറ്റയ്ക്കല്ല എന്നുള്ള കാര്യവും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം പത്മജയുടെ കൂടെയുള്ള ആ ബന്ധുക്കളൊക്കെ തന്നെ ബിജെപിയിലേക്ക് വന്നിരുന്നു. അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസിലെ ഒരു വലിയ കൂട്ടമായി തന്നെ ഇപ്പോൾ ബിജെപിയിലേക്ക് എത്തുന്നത്. എന്തായാലും വലിയ തരത്തിലൊരു പിന്തുണയാണ് ഇപ്പോൾ ബിജെപിയെ സംബന്ധിച്ചോളം തൃശ്ശൂർ ജില്ലയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇനി സുരേഷ് ഗോപി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ പിന്തുണ നൽകിക്കൊണ്ട് ഇനിയും കോൺഗ്രസിൽ നിന്നും നിരവധി പേർ എത്തുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും ഇന്ന് 50ഓളം പ്രവർത്തകർ ഈ ബിജെപിയിൽ അംഗത്വമെടുക്കും. അതോടൊപ്പം തന്നെ ഇനിയുള്ള ബിജെപിയുടെ പ്രവർത്തനത്തിൽ ഭാഗമായിക്കൊണ്ട് തന്നെ ഇവർ മുന്നോട്ട് പോകുമെന്നാണ് നൽകിയിട്ടുള്ള വിവരം. എന്തായാലും ഇന്ന് നടക്കുന്ന ഈ ഒരു അംഗത്വം നൽകൽ അത് കൃത്യമായും ഈ കെ മുരളീധരനും അതുപോലെ തന്നെ പത്മജ വേണുഗോപാലിനും ഒക്കെ അവകാശപ്പെട്ടിട്ടുള്ള കെ കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഒരു മുരളി മന്ദിരത്തിൽ വെച്ചാകുന്നതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. എന്തായാലും ഈ ഒരു അംഗത്വം നൽകുന്നതിലൂടെ പത്മജ വേണുഗോപാൽ ഒറ്റയ്ക്കല്ല, കൂടെ ഇത്തരത്തിൽ പിന്നാലെ നിരവധി പേർ ബിജെപിയിലേക്ക് എത്തുമെന്നുള്ള ഒരു സൂചന തന്നെയാണ്. അത് തന്നെയാണ് നേരത്തെയും അവർ വ്യക്തമാക്കിയിരുന്നത്. ആദ്യമൊക്കെ തന്നെ മുരളീധരൻ പറഞ്ഞതുപോലെ ബിജെപി പ്രവർത്തകരെ ആരെയും ഈ മുരളി മന്ദിരത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അതിനൊക്കെ തന്നെ കൃത്യമായ മറുപടി പത്മജ വേണുഗോപാൽ അന്ന് തന്നെ നൽകിയിരുന്നു. എന്നെ കാണാൻ വരുന്നവർ അല്ലെങ്കിൽ അതിൽ രാഷ്ട്രീയ ഭേദം അന്യേ ബിജെപി പ്രവർത്തകരായാലും ഏത് തരത്തിലുള്ള ആൾക്കാരായാലും എന്നെ കാണാൻ വരുന്നവർക്ക് കയറി വരാം എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിരുന്നത്. അതിൽ മറ്റാരുടെയും അവകാശം അല്ലെങ്കിൽ അവരാരും അവകാശവാദം ഉന്നയിക്കേണ്ടതില്ല എന്നുള്ള മറുപടി തന്നെയായിരുന്നു അന്ന് കൊടുത്തത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് അവിടെ വെച്ച് തന്നെയാണ് ഈ ബിജെപിയിലെ അംഗത്വം നൽകും. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നിരവധിയായി അവഗണന നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നിരവധി പേർ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തൃശ്ശൂരിലടക്കം ഈ 50ഓളം പ്രവർത്തകർ ഒന്നായി തന്നെ ബിജെപിയിലേക്ക് എത്തുന്നത്. വിഷ്ണു, യെസ്, വ്യക്തമാണ്. തൃശ്ശൂരിൽ 50ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബിജെപിയിലേക്ക്, മണ്ഡലം ഭാരവാഹികൾ അടക്കമുള്ളവരാണ് ബിജെപിയിലേക്ക് അംഗത്വമെടുക്കുന്നത്. പത്മജ വേണുഗോപാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബിജെപിയിലേക്ക് സ്വീകരിക്കും. മനോജാണ് വിശദമായ റിപ്പോർട്ടുകളും പങ്കുവച്ചത്.